വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾക്ക് ഒരുപാട് നാളായല്ലേ കണ്ടിട്ട്, കുറേ കാര്യങ്ങൾ, കുറേ പ്രശ്നങ്ങളും, കുറേ വയ്യാതൊക്കെ ഇരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ കാണാതിരുന്നു. അപ്പോൾ ഞാൻ കുറേ എല്ലാവരും ഓണം ലുക്ക് കാണിച്ചിരിക്കുക. അപ്പം ഞാനും ജസ്റ്റ് എൻ്റെ ഓണം ലുക്ക് ഞാൻ കാണിച്ചു. ഞാൻ കുറച്ച് വളരെ ഡിഫറെൻറ്റ് ലുക്കിൽ എങ്ങനെ നമുക്ക് കാണിക്കാമെന്നാണ് ഞാൻ ജസ്റ്റ് ഇരിക്കുന്നത്. അതെ, നമുക്കധികം പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ഉണ്ട്, അതുപോലെ തന്നെ കോമ്പാക്ട് പൗഡർ ഉണ്ട്, ഹൈലൈറ്റർ ഈസ് മസ്റ്റ് ആയിരിക്കണം, പിന്നെ അതുപോലെ തന്നെ ഐലൈനർ, അതുപോലെ തന്നെ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒന്ന് ഡാർക്ക് ആക്കണം, അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് ഇത്രയേ ഉള്ളൂ. പിന്നെ ബ്ലഷോ അതുപോലെ തന്നെ ഐ ഷാഡോ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ബ്ലഷ് വേണമെങ്കിൽ ഇപ്പം ഞാനത് എൻ്റെ ഒരു ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നില്ല. രണ്ടും ഞാൻ യൂസ് ചെയ്യാത്തൊരു സാധനങ്ങളാണ്. കാരണം ഇപ്പോൾ ഫങ്ഷണലി എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നാൽ അപ്പം ഞാൻ മേടിച്ചിട്ടില്ല ഞാൻ. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ലിപ്സ്റ്റിക്ക് ഉണ്ടല്ലോ, നമ്മുടെ ഒരുപാട് ലിപ്സ്റ്റിക്ക് ഉണ്ട്, അതുകൊണ്ട് നമ്മുടെ ഇവിടെ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കൺപൊക്കത്തെ ഏത് നമ്മൾ ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ച് നമ്മളത് ചെയ്ത് കൊടുക്കുക. അത് ഫങ്ഷണലി അങ്ങനെ ഇടേണ്ടി വന്നാൽ എന്നാണ് ചോദിച്ചത്. കുറച്ചുകൂടെ ലുക്ക് അതിനകത്ത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇട്ടതാണ്. പക്ഷേ ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ട് അപ്പോൾ നമുക്കത് രണ്ടും വേണ്ട. ആവശ്യം ഉള്ള ആൾക്കാർ ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അതുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഓണം ലുക്ക് പെട്ടെന്ന് നമുക്ക് ഓടിച്ചു പോകാം. സാധാരണക്കാർക്കും ഉണ്ട്, പെട്ടെന്ന് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് അതിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. ആധാർ യൂസ് ചെയ്യുന്ന ഐറ്റംസ്, പിന്നെ അതിൽ കൂടുതൽ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ എന്താ ഒരു മൊത്തത്തിൽ അങ്ങനെയാണ്. അപ്പോൾ നമുക്കൊന്ന് ആ ഒരു ലുക്ക് ഒന്ന് കണ്ടു നോക്കാം. അതെങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം. അത് കഴിഞ്ഞ് പിന്നെ അത് ഏത് ഡ്രസ്സ് ഒക്കെ എങ്ങനെയാണെന്നും അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം.
കരളോരം വീഴവേ നിനവാകെ നിൻമുഖം മാത്രമായി പകലാറും സന്ധ്യകൾ കുടയുന്നോ വാനിലായി കുങ്കുമം പ്രണയമായി അറിയാതെ എന്നോ നീ എന്റെ ജീവന്റെ നിഴലായി മാറി പറയാതെ എന്നാളും ഓമൽ താരാട്ടാൻ നെഞ്ചിലാലോലമുണരുന്നുവോ തൂമിന്നൽ തൂവൽ തുമ്പാൽ മെല്ലെ എൻ പൂവൽ കനവിൽ തഴുകാൻ വരൂ വാർത്തിങ്കൾ മായും രാവിൻ കൊമ്പിൽ ചിറകേറി നീ പുലർക്കയിൽ മലർ തരൂ. ഇതാണ് നമ്മുടെ ഫൈനൽ ഓണം ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് മറ്റുള്ളവരിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആവാൻ ഞാൻ നോക്കിയിരുന്നു, അതാണ്. പിന്നെ ഫസ്റ്റ് മുടി എനിക്കധികം തിക്നെസ് ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ കെട്ടാറില്ല. പിന്നെ ഞാൻ വല്ലയിടത്തും അങ്ങനെ ഓണം സെലിബ്രേഷൻ പോവുകയാണെങ്കിൽ ജസ്റ്റ് ബണ്ണാണ് വെക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മുടി ഇപ്പോൾ തിക്നെസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും കെട്ടാൻ അറിയത്തില്ല. മറ്റുള്ളവരുടെ എനിക്ക് കെട്ടാൻ അറിയാം, പക്ഷെ എൻ്റെ ഞാൻ അങ്ങനെ ശ്രമിക്കാറില്ല. ഞാൻ ജസ്റ്റ് എല്ലാവരും പറഞ്ഞാൽ അഴിച്ചിടുന്ന ഭംഗിയെന്നോട്ട് അങ്ങനെ അഴിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ മുല്ലപ്പൂ ഉണ്ട്, ഇപ്പോൾ ഇല്ല എൻ്റെ മുല്ലപ്പൂ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തത്. ലാക്മിയുടെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തത്. അത് അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ചേർന്ന ഫൗണ്ടേഷൻ യൂസ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഐബ്രോസ് നന്നായിട്ട് എത്ര മേക്കപ്പ് ചെയ്താൽ നമ്മൾ ഐബ്രോസ് ചെയ്യാതിരുന്ന അതിനൊരു വൃത്തികേടൽ. ഐബ്രോസ് ചെയ്യുക, അത് കഴിഞ്ഞ് ജസ്റ്റ് ഐലൈനർ എഴുതുക. അങ്ങനെ മൊത്തം പെർഫെക്റ്റ് ആക്കിയിട്ട് ജസ്റ്റ് കോമ്പാക്ട് പൗഡർ ഇടുക. കോമ്പാക്ട് പൗഡർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുഖത്ത് കുറച്ച് ഗ്ലോയും അതുപോലെ തന്നെ നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് വരാൻ വേണ്ടി നമ്മൾ ഹൈലൈറ്റർ യൂസ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് വണ്ണ് നമ്മൾ ലിപ്സ്റ്റിക്ക് അടിക്കുക. അപ്പം ഞാൻ അധികം ഡാർക്ക് അടിച്ചിട്ടില്ല, ഒരു ഓറഞ്ച് കളറാണ് അടിച്ചത്. അധികം സിമ്പിൾ ആണല്ലേ കണ്ടില്ല, അതുകൊണ്ട് മേക്കപ്പ് ആയതുകൊണ്ട് ഞാൻ ഒരു ഓറഞ്ച് ലിപ്സ്റ്റിക്കാണ് അടിച്ചത്. പിന്നെ എൻ്റെ ഓർണമെൻറ്റ്സ് ഇത് ഇങ്ങനെ ഒരു കമ്മലും പിന്നെ അതുപോലെ ഇതെല്ലാവർക്കും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതൊരു മറ്റേ ചോക്കൊന്നും ഇടേണ്ട ആവശ്യമില്ല, ഇതുപോലുള്ള എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാരണ സെറ്റ് സാരി അങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ അവിടെ എല്ലാവരും അങ്ങനെ കാണിക്കുന്നു. അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ജീൻസിൻ്റെ ടോപ്പാണ് ഇത്, എൻ്റെ ഒരു ജീൻസിൻ്റെ ടോപ്പാണ്. അത് ഇട്ടിട്ട് നമ്മൾ സെറ്റ് മുണ്ട് കൊടുക്കുമ്പോൾ മുണ്ട് കൊടുത്തതിന് ശേഷം ഇങ്ങോട്ട് ഫ്ലെയർ വരാം. ഇങ്ങനെയുള്ള സാരി കൊടുക്കും നമ്മൾ, അങ്ങനെയല്ലാതെ ഇതൊറ്റ ഫ്ലെയർ ഇങ്ങനെ ആക്കിയിട്ട് ആ മുണ്ടിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഡിഫറെൻറ്റ് ലുക്കിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതൊരു യെല്ലോ കളറാണ്, അപ്പോൾ യെല്ലോ ഉണ്ട് ഇതിൽ കരയിൽ. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ
നിങ്ങൾക്കിപ്പോൾ ഇതിൽ ഇങ്ങനത്തെ ടോപ്പ് അല്ലെങ്കിൽ വേറെ ഡെനിം ജാക്കറ്റ് ചെയ്യാം. ജീൻസ് ഇപ്പോൾ നിങ്ങൾക്ക് ബ്ലൗസ് ഇല്ല സെറ്റും മുണ്ടിനും, എല്ലാവരും ഇപ്പോൾ അങ്ങനെയുള്ള ഒരു ക്രിയേറ്റീവ് തിങ്കിങ് ആണല്ലോ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ അല്ലെങ്കിൽ ബ്ലൗസ് വെച്ചിടുന്നവർക്ക് നിർബന്ധമാണെങ്കിൽ ബ്ലൗസ് വെച്ചിടാം. അല്ലെങ്കിൽ ഇതൊരു ഡിഫറെൻറ്റ് ലുക്കായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതും വേറെ എന്തെങ്കിലും ഡെനിം ജാക്കറ്റ് അതുപോലെ ജീൻസിൻ്റെ ഏതെങ്കിലും ടോപ്പ് പിന്നെ സ്ലീവ്ലെസ് ഒക്കെ ടോപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ഇടാവുന്നതാണ്. നല്ല ഒരു ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇത് ചിലവർക്ക് വേണമെങ്കിൽ ഹെയർ ബൺ വയ്ക്കാം മുല്ലപ്പൂ വെച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മുടിയുള്ള ആൾക്കാരാണെങ്കിൽ പിന്നി ഫ്രണ്ടിലേക്ക് ഇടാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം. ഇത് എൻ്റെ ഒരു ഓണ സീരീസ് ആണ്. ജസ്റ്റ് സിമ്പിൾ ഒരു കുഞ്ഞു ഓണ മേക്ക് ഓവറാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഫൈനലി ഒരു ഡിഫറെൻറ്റ് ലുക്കിന് വേണ്ടി ഇത് ഒട്ടും ഇതല്ല, ഞാൻ എപ്പോഴും ഗോൾഡൻ കളറൊക്കെ ആയിട്ടുള്ള പൊട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു ഡിഫറെൻറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടി കുറച്ച് കറുപ്പ് കുറച്ച് വലിപ്പം കൂടിയ പൊട്ട് തന്നെ തൊട്ടിട്ടുണ്ട്. അപ്പോൾ ഒട്ടും ഇടണമല്ല, അത് കുറച്ചുകൂടെ താഴ്ത്താതെ കുറച്ചുകൂടെ കയറ്റി കൊടുത്തത്, അതൊരു എനിക്ക് കുറച്ചൊരു ഡിഫറെൻറ്റ് ലുക്കായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓണം മേക്ക് ഓവർ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. പിന്നെ മുടിയുടെ കാര്യമാണെങ്കിൽ മുടി അധികം തിക്നെസ് ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ളവരുടെ മുടി എനിക്ക് കെട്ടാനും അതുപോലെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അതിന് തിക്നെസ് ഒക്കെ ഉണ്ടാവും. എനിക്ക് തിക്നെസ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും അയച്ചിരുന്നതല്ലോ, അതാണ് കെട്ടാത്തത് കേട്ടോ, വെക്കാത്തത്. ഞാൻ ആദ്യം മേക്കപ്പ് ചെയ്ത് മുടി ഫ്രണ്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എല്ലാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ബൈ.